അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു നാമമാണ് അർ റഹ്മാൻ. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട് ഈ നാമത്തിൽ. ഒരുപാട് ഹിക്മത്തുകൾ ഈ നാമത്തിലുണ്ട്. നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോഴാകട്ടെ, അതുപോലെ മലയാള പരിഭാഷ, അറബി ഈ മലയാള പരിഭാഷ നോക്കിയാലാകട്ടെ, ഇതിൻ്റെ അർത്ഥം കാണാൻ സാധിക്കുക കരുണാമയൻ, കാരുണ്യവാൻ എന്നൊക്കെയാണ്. അറബി വാക്കുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാള ഭാഷയുടെ പരിമിതി കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അർത്ഥം കാണാൻ സാധിക്കുക. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ നാമമായ അസമദ്, അതിന്റെ അർത്ഥം നമ്മൾ പരിഭാഷ നോക്കിയാൽ നിരാശ്രയൻ എന്ന് മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ശരിക്കും സമദ് എന്നാൽ യാതൊന്നിൻ്റെയും ആശ്രയം വേണ്ടാത്തവനും, എന്നാൽ എല്ലാം തന്നെ ആശ്രയിക്കപ്പെടേണ്ടവനും എന്നാണ്. യഥാർത്ഥത്തിൽ റഹ്മാൻ എന്ന നാമത്തിന്റെ അർത്ഥം അള്ളാഹുവിനെ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും ദുനിയാവിൽ ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും അള്ളാഹുവിനെ അല്ലാതെ മറ്റു ദൈവസങ്കല്പങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹുവിനെയും കൂടാതെ മറ്റു ദൈവങ്ങളെയും അല്ലെങ്കിൽ മറ്റു ആരാധരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കും ഒരുപാട് ചിന്തിക്കാൻ കൂടിയാണ് ഈ നാമം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും, അത് ഒരു മരക്കുറ്റിയോടാവട്ടെ, ഒരു കല്ലിനെ ആവട്ടെ, ഒരു ജാരത്തിലാവട്ടെ, എവിടെ പോയി പ്രാർത്ഥിച്ചാലും നേരിട്ട് അള്ളാഹുവിനെ ആവട്ടെ, അള്ളാഹു ഈ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നടത്തി കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം നൽകുകയുമില്ല. പക്ഷേ പരലോകത്തിൽ വെച്ച് അവരെയും അവർ ആരാധിച്ച ആരാധ്യരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുകയും ആ ആരാധ്യർ അവരെ കൈവിടുകയും ആരാധിച്ചതിന്റെ കാരണം കൊണ്ട് മാത്രം അവരെ നരകത്തിലിടുകയും ചെയ്യും. സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്ത് 119-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ചോദ്യം ചെയ്യുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റഹ്മാൻ എന്ന നാമത്തോടൊപ്പം അള്ളാഹു നമ്മളെ ചേർത്ത് പഠിപ്പിച്ച ഒരു നാമമാണ് റഹീം എന്നത്. ഇവിടെയാണ് റഹ്മാൻ എന്ന നാമത്തിന്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. റഹീം എന്നാൽ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നാളെ പരലോകത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അള്ളാഹു ഒരേ സമയം തന്നെ റഹ്മാനുമാണ് റഹീമുമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.